ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ഹാപ്പി സൺഡേ വിഷ് ചെയ്യാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഈ വീക്കെൻഡും ഹോളിഡേ ഒക്കെ എൻജോയ് ചെയ്ത് സന്തോഷമായിട്ടിരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, വിശ്രമിക്കുക. അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ആയിട്ട് സന്തോഷിച്ച് നമ്മളുടെ ജീവിതം കൊണ്ടാടാം. അപ്പോൾ ഒരു ബൈബിളിൽ നിന്ന് ഒരു ചെറിയ പാസേജ് പറയാനായിട്ട് എനിക്ക് സന്തോഷമാണ്. ഞാനത് പറയുകയാണ്. അതായത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പുസ്തകമാണ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്. അത് വായിക്കുമ്പോൾ നമുക്ക് നല്ല ഇൻസ്പിറേഷൻ കിട്ടുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവ് വന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സെൻറ്റ് പോളിൻ്റെ മിഷണറി യാത്രകൾ, അതൊക്കെയും ശരിക്കും വന്നിട്ട് നമ്മൾ മനസ്സിരുത്തി വായിച്ചാൽ നമുക്കൊത്തിരി സന്തോഷം തരുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് അറിവ് തരുന്നതും നമുക്ക് സ്പിരിച്വലി വളരുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിക്കാനൊക്കെയും വളരെ ഉപകരിക്കുന്നൊരു പുസ്തകമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നാൽ എനിക്കിഷ്ടമുള്ളൊരു പുസ്തകമാണ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്. അത് ഏതാണ്ട് AD 70 പ്രോബബ്ലി 60-62 ആ പീരീഡ്, അതായത് ജെറുസലേം ടെമ്പിള് ഡിസ്ട്രക്ഷൻ ആകുന്നതിന് മുമ്പ് എഴുതിയതായിട്ടാണ് അത് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഡോക്ടർ ലൂക്ക്, അതായത് വൈദ്യനായ ലൂക്ക് വന്നിട്ട് ആണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ ആക്ട്സ് ബുക്കിൽ പറഞ്ഞ ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ബേസിക് ഇൻഫർമേഷൻസും അതുപോലെ ഇൻസൈറ്റും ഏർലി ചർച്ചിനെ കുറിച്ചുള്ള ഒരു അറിവുമൊക്കെയാണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്നത്. ലൂക്ക് എഴുതുമ്പോൾ അദ്ദേഹം അന്ന് ഉണ്ടായിരുന്ന ടെൻഷൻസ്, പെർസിക്യൂഷൻസ്, അതുപോലെ ഫ്രസ്ട്രേഷൻസ്, തിയോളജിക്കൽ പ്രോബ്ലംസ്, ഇതൊക്കെയും പോർട്രേറ്റ് ചെയ്യുന്നതോടൊപ്പം ഹോപ്പ് കൺഫ്രണ്ടിങ് ദ ഫിറ്റ് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, അങ്ങനത്തെ ഒരു ചിന്തയും കൂടി അതിലേക്ക് വെക്കുന്നുണ്ട്. അതിൽ നമ്മൾ നോക്കുമ്പോൾ എത്ര ഗ്രേറ്റായിട്ട് തോന്നും. ചർച്ചിന് അന്ന് ഫണ്ടോ കാര്യങ്ങളൊന്നുമില്ല മെറ്റീരിയലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ. എന്നാൽ ആ ഫണ്ടില്ലാതെയും അവർക്ക് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ജീവിക്കാനോ ഉള്ള സ്ഥിതികളൊന്നും ഇല്ലാത്ത മെറ്റീരിയൽ, വിത്തൗട്ട് ദ മെറ്റീരിയൽ, വിത്തൗട്ട് ദ മെറ്റീരിയൽ, ആ ചുറ്റുപാടിലും എത്ര നന്നായിട്ട് സഭ മുമ്പോട്ട് പോയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ സ്ഥലങ്ങളിൽ, വീടുകളിൽ വെച്ച് ചർച്ച ആരംഭിക്കുന്നു, അതുപോലെ പല സ്ഥലങ്ങളിലും എത്ര നല്ലതായിട്ട് ദൈവം നടത്തിക്കൊണ്ട് പോയി എന്ന് അത് വായിക്കുമ്പോൾ മനസ്സിലാകും. അതുകൂടാതെ അഡീഷൻ നോക്കിക്കഴിഞ്ഞാൽ ആക്ട്സിൽ വന്നിട്ട് നമ്മുടെ ആ ട്രാൻസിഷൻ ഫ്രം ദി വർക്ക് ഓഫ് ഗോഡ് പ്രൊവിൻഷ്യലി എമംഗ് ദ ജൂസ് ടു ഹിസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ യൂണിവേഴ്സൽ ചർച്ച്. യഹൂദന്മാരുടെ ആ ഒരു പ്രോവിൻസിലായിട്ടുള്ള അവരുടെ മധ്യത്തിൽ മാത്രം ഉള്ള വിശ്വാസവും കാര്യങ്ങളിലെയും ദൈവത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസത്തെ മറ്റുള്ള ജാതികളിലേക്കും കൂടി അത് പകർന്നുകൊണ്ട് അവരെ കൂടി അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ ഒരു യൂണിവേഴ്സൽ ചർച്ചിൻ്റെ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് വളരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ റിയൽ സെൻസിൽ ദ റീഡർ ഗോസ് ഫ്രം ജെറുസലേം ടു ദി അറ്റ്മോസ്റ്റ് പാർട്ട് ഓഫ് ദ വേൾഡ് ഇൻ ദീസ് 28 ചാപ്റ്റേഴ്സ് എന്നുള്ളതാണ്. അന്ന് ലോകം എത്രമാത്രം പുരോഗമിച്ചിട്ടില്ല നമുക്കറിയാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്നുണ്ടായിരുന്ന അത് പ്രകാരം അന്ന് റോമൻ സാമ്രാജ്യത്തിൻ്റെ വലിയ റോമിലാണ് എല്ലാം ഭരണവും കാര്യവും ചക്രവർത്തിയൊക്കെ ഇരിക്കുന്നത്. നമ്മൾ ജെറുസലേമിൽ നിന്ന് യാത്ര പുറപ്പെട്ടാൽ നമ്മൾ റോമിലെത്തുന്നവർ ഈ 28 ചാപ്റ്റേഴ്സിൽ കൂടെ നമ്മൾ പല കൺട്രീസും യാത്ര ചെയ്യുന്നുണ്ട്, പല പ്രദേശങ്ങളിലും കാണുന്നുണ്ട്, നമ്മൾ പല സഭകളെയും കാണുന്നു, പല ജനങ്ങളെയും കാണുന്നു. വളരെ ഒരു ശരിക്കും നമ്മൾക്ക് നല്ല ഒരു ഉത്സാഹം തരുന്നു എന്ന് തന്നെ പറയാം. അതോടുകൂടി ബിസൈഡ്സ് ആക്ട്സ് പ്രസൻസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് ചാലഞ്ച്
ടു എവരി ക്രിസ്ത്യൻസ് ടുഡേ എന്നുള്ളതാണ്. അതായത് ഇന്നിപ്പോൾ നമുക്ക് അന്ന് അവർ അനുഭവിച്ചതായ പെർസിക്യൂഷൻ, അതുപോലെ അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയും സെയിം തിങ് ഇന്ന് നമുക്ക് ഈ ചാലഞ്ചിങ് വേൾഡിൽ ഓരോ ക്രിസ്ത്യാനിക്കും തരുന്ന ഒരു സ്റ്റിമുലേറ്റിംഗ് ചാലഞ്ചായിട്ട് ഇതിനെ കാണണം എന്നുള്ളതാണ്. നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അതുപോലെ തന്നെ ദ സീൽ, ദ ഫെയ്ത്ത്, ദ ജോയ്, ദി കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ദി ഒബീഡിയൻസ് ഓഫ് ദീസ് ഏർലി സെയിൻസ് ഈസ് ആൻ എക്സാമ്പിൾ ടു ഓൾ ബിലീവേഴ്സ്. നമുക്കിന്നെല്ലാ വിശ്വാസികൾക്കും അന്നത്തെ ആ വിശുദ്ധന്മാരായിരുന്ന ആ സെയിൻസിൻ്റെ അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ അവരുടെ ഒബീഡിയൻസ്, വേർഡ് ഓഫ് ഗോഡിനോടുള്ള ഒബീഡിയൻസ്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു സീൽ, അവർക്കുള്ള ഒരു എൻതൂസിയാസം, അവരുടെ ഫെയ്ത്ത്, അതുപോലെ തന്നെ അവർ അന്ന് ജീവിതം ദൈവത്തിനായി ഒഴിഞ്ഞു വെച്ച് അവർ വേറൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാതെ, അവർക്ക് വേറെ ഒന്നും ചിന്തയില്ല, അവർക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുപോലെ കർത്താവിനായി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെ ആ എക്സാമ്പിൾ ഇന്ന് നമ്മൾ എല്ലാ ബിലീവേഴ്സിനും അതൊരു മോഡലാണെന്ന് പറയണം. ഈ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ പീറ്റർ ആൻഡ് പോൾ എംഫസൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ദ ഗ്രേറ്റ് അപ്പോസ്റ്റൽ ജോൺ ഈസ് മെൻഷൻഡ് ബട്ട് നൺ ഓഫ് ഹിസ് വേർഡ്സ് ആർ റെക്കോർഡഡ്. അപ്പോൾ പത്രോസിനും പൗലൂസിനുമാണ് കൂടുതൽ ഇതിൽ എംഫസൈസ് ചെയ്ത് പറയുന്നത്. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ അപ്പോസ്റ്റലനായ ജോണിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ജോണിൻ്റെ വാക്യങ്ങളോ അല്ലെ വാക്കുകളൊന്നും അതിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദ ഡെത്ത് ഓഫ് ജോൺസ് ബ്രദർ ജെയിംസ് ഇസ് ഗിവൺ ഇൻ വൺ ബ്രീഫ് സെൻറ്റൻസ്. ജെറുസലേമിലെ സഭ പേടിപ്പിച്ചിട്ട് ജെയിംസ് എന്ന് പറയുന്ന, അതായത് യാക്കോബിനെ സ്ലീഹായെ അവർ കൊല്ലുന്ന ആ ഭാഗം അപ്പോസ്തല പ്രവൃത്തി 12:12 പറയുന്നുണ്ട്. അതൊരു ചെറിയ ബ്രീഫായിട്ട് മാത്രം പറഞ്ഞ് ചുരുക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിക്കാൻ നോക്കി 28 അധ്യായമുണ്ട്. അത് നമ്മൾ നന്നായിട്ട് മനസ്സിരുത്തി വായിച്ച് പഠിച്ച് നമ്മളുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് കർത്താവിനൊപ്പം നമുക്ക് നടക്കാം. അവൻ്റെ പഠിപ്പിക്കലുകളിനോടൊപ്പം ക്രിസ്ത്യാനികളെന്ന് ആദ്യമായിട്ട് പേര് കിട്ടിയ അന്ത്യോക്യയിൽ വെച്ചാണ് നമുക്കറിയാം. അവർ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ ക്രിസ്ത്യാനികളെന്ന് പേര് കൊടുത്തത്. അത് ജാതികൾ പലരും അതിലേക്ക് ചേർന്ന് ഇന്ന് ലോകത്തിൻ്റെ എമ്പാടും എല്ലാ രാജ്യത്തും, മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും, അതുപോലെ തന്നെ പല ക്രീഡ്, അതുപോലെ തന്നെ പല ഗോത്രം, പല ഭാഷ, അതുപോലെ തന്നെ പല ട്രൈബ്, പല റീജിയൻ, എല്ലായിടത്തും വന്നിട്ട് കർത്താവിൻ്റെ വിശ്വസിക്കുന്നതായ ക്രിസ്ത്യാനികൾ ഇന്നുണ്ട്. നമുക്ക് അതിൽ നമുക്ക് വിൽ ബി പ്രൗഡ് ഓഫ് ദാറ്റ്. നമുക്കത് അതിൽ എന്താ പറയുന്നത്, നമുക്ക് കർത്താവിനെ നമുക്ക് സ്വന്തം രക്ഷിതാവായി കിട്ടി, നമ്മൾ കർത്താവിൻ്റെ മക്കളായി, നമ്മൾ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നു. അതിലൊക്കെ നമുക്ക് അഭിമാനം കൊള്ളാം. എന്നാൽ കർത്താവ് പറഞ്ഞ പോലെ ജീവിക്കുന്ന കാര്യം മാത്രം നമ്മൾ മറന്നു പോകല്ലെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആദ്യമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്ക് എല്ലാം ലഭിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മാർക്കോസിൻ്റെ ലേഖനത്തിൽ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതിൻ്റെ റീസൺ വന്നിട്ട് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിപ്പാൻ അത്രേ വന്നിരിക്കുന്നത്. അപ്പോൾ അവനെ ഫോളോ ചെയ്യുന്ന ഓരോ ക്രിസ്ത്യാനിയുടെയും ചുമതലയാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. നമ്മൾ മറ്റുള്ള ജാതികളുടെ അല്ലെങ്കിൽ മറ്റുള്ള റിലീജിയനിലുള്ള പോലെ നമ്മൾ അവർ വന്ന് ശുശ്രൂഷിക്കുന്നതെന്നോ അല്ലെങ്കിൽ നമ്മളെല്ലാം പൊസിഷനും ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല കർത്താവ് പറഞ്ഞ് ഈ ഏറ്റവും ചെറിയവനെ കൈക്കൊള്ളാനാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ശുശ്രൂഷയിലായിരിക്കണം. കർത്താവിൻ്റെ ശുശ്രൂഷ പല വിധത്തിലുണ്ട്. അതിനായിട്ട് നമുക്ക് ദൈവം സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മളെ തന്നെ ദൈവം അതിനുള്ള കൃപ തരട്ടെ. പരിശുദ്ധാത്മാ അഭിഷേകം തന്ന് നമ്മളെ അതിനായിട്ട് എടുത്ത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. നിങ്ങൾ ഓരോരുത്തർക്കും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആത്മീയമായും ഭൗതികമായും നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളിലും ദൈവം കൂടെ ഇരുന്ന് സഹായിക്കട്ടെന്നും
രോഗം, ദുഃഖം, പ്രയാസം ഇതിലൊക്കെ അകപ്പെട്ടു പോകാതെ, സാത്താൻ്റെ പരീക്ഷണങ്ങളിൽ പെടാതെ കർത്താവിനോടൊപ്പം നിന്ന് നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം നമുക്ക് കൂടുതലായിട്ട് അരക്കിട്ട് ഉറപ്പിക്കാം. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഒരു നല്ല സമയത്തിനായി നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബൈ പറയുകയാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റുകൾ പറയുക. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈ.